ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഒരുപാട് കാലമായി തുടരുന്ന വ്യക്തിയാണ് ഫ്ലോറന്റിനോ പെരസ്. പക്ഷേ കഴിഞ്ഞ 1-2 സീസണുകൾ പെരസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ക്ലബിനകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. അദ്ദേഹം രാജിവെച്ച് പോകണമെന്ന് ആരാധകർ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതോടുകൂടി പെരസ് ഒരു കാര്യം തീരുമാനിച്ചു. അതായത് വീണ്ടും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടത്താം എന്ന തീരുമാനമാണ് പെരസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എതിരാളിയായിക്കൊണ്ട് ഇപ്പോൾ എൻറിക്കെ റിക്കൽമി എന്ന ഒരു വ്യക്തിയാണ് മത്സരിക്കുന്നത്. വലിയ ക്യാമ്പയിനൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം ഇപ്പോൾ എൻറിക്കെ റിക്കൽമി നടത്തിയിരുന്നു. അതായത് 2 ഗ്ലോബൽ സ്റ്റാറുകൾ താനുമായി ഇപ്പോൾ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. താൻ റയലിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ 2 ഗ്ലോബൽ സ്റ്റാറുകളെ താൻ റയലിലേക്ക് കൊണ്ടുവരും എന്നാണ് എൻറിക്കെ റിക്കൽമി പറഞ്ഞിട്ടുള്ളത്. ആ 2 സ്റ്റാറുകളുടെ പേരുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ 2 ആഴ്ചക്കകം അക്കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്നാണ് എൻറിക്കെ റിക്കൽമി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ റയലിന്റെ പ്രസിഡന്റായി മാറുകയാണെങ്കിൽ ഒരു അഗ്രിമെന്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അതായത് റയലിന് വേണ്ടി 2 വലിയ ഗ്ലോബൽ സ്റ്റാറുകൾ കളിക്കും. അത് എൻ്റെ ഉറപ്പാണ്. നമ്മുടെ സ്പോർട്സ് പ്രൊജക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റാറുകളായിരിക്കും അവർ. മിക്കവാറും ഞങ്ങൾ ഈ 2 ആഴ്ചക്കുള്ളിൽ അവരുടെ പേരുകൾ അനൗൺസ് ചെയ്യും. ഇതാണ് എൻറിക്കെ റിക്കൽമി പറഞ്ഞിട്ടുള്ളത്. അതായത് പെരസിനെ വീഴ്ത്താൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. ഇലക്ഷൻ ക്യാമ്പയിൻ നല്ല രൂപത്തിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട്. മാത്രമല്ല പെരസ് റയലിനകത്ത് ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ആ 2 ഗ്ലോബൽ സ്റ്റാറുകൾ അത് ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ റയലിന്റെ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.